ഏത് പ്രായക്കാർക്കും ഇപ്പം ശരീരവേദന ജോയിൻറ്റ് പെയിനൊക്കെ കുറച്ച് നിൽക്കുകയോ ഇരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലും ജോലി എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു വേദനക്ക് നമ്മൾ എളുപ്പം മാറുവാനായിട്ട് നമ്മൾ പെയിൻ കില്ലറൊക്കെ എടുത്ത് കഴിക്കും അല്ലേ. ആ പെയിൻ കില്ലർ കഴിക്കുന്നത് 100% നമുക്ക് വീണ്ടും വേറെ അസുഖമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുക, വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല ഫുഡുകൾ കഴിക്കുക, ഇവയൊക്കെ ചെയ്താൽ തന്നെ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ആര് സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. സിവിയർ ആയിട്ടുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് ഡോക്ടറെ തന്നെ കാണണം. അല്ലാതെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഒരു സിമ്പിൾ ടിപ്സിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പാല് കുടിക്കുന്നവർക്ക് അലർജി ആണെങ്കിൽ വെള്ളത്തിൽ കുടിക്കാം, പക്ഷേ പാലിൽ കുടിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഉറക്കം കൂടി കിട്ടുന്നത് കേട്ടോ. പാലിൽ കുറച്ച് വെള്ളം ചേർത്താണ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ പ്രായമായവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കേണ്ടത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതാണ്, ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. അതുപോലെ കുരുമുളക് പൊടിയും ഒരു നുള്ള് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കുടിക്കാവുന്നതാണ്. നല്ല ഉറക്കം കിട്ടും. അതാണ് ഇപ്പോൾ ഏറ്റവും മെയിൻ കാര്യം അല്ലേ. നമുക്ക് ഉറക്കമില്ലായ്മയാണ് പല അസുഖങ്ങൾക്കും കാരണം. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് ഈ ഒരു ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഒരു 2-3 തിള വരുന്ന വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. മഞ്ഞളും അതുപോലെ തന്നെ നമ്മളുടെ പട്ട, കുരുമുളക്, പട്ട ഒരു ചെറിയ കഷ്ണം, പൊടിയാണെങ്കിൽ ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. തേൻ ചേർത്തൊക്കെ കുടിക്കാവുന്നതാണ്. നമുക്ക് ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിനൊക്കെ വളരെ പെട്ടെന്ന് മാറാനായിട്ട്. എപ്പോഴും ശരീരവേദന ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ജോയിൻറ്റ് പെയിൻ മാത്രമല്ല, നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം, നീർക്കെട്ട്, ഇവയെല്ലാം മാറാനായിട്ട് ഇത് സൂപ്പർ ഹോം റെമഡിയാണ് കേട്ടോ. കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് കൊടുക്കാവുള്ളൂ. പട്ടയൊക്കെ ഒരു നുള്ളിടാവുള്ളൂ. കുരുമുളകൊക്കെ എന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതകളും വേദനകളൊക്കെ മാറ്റാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് യാത്ര കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ജോയിൻറ്റ് പെയിൻ, കൂടുതലായിട്ട് നമുക്ക് മുട്ടിനായിരിക്കും വേദന വരുന്നത് അല്ലേ. പലർക്കും പല രീതിയിലാണ്. എന്നാലും കൂടുതൽ മുട്ടിന്, കാലിൽ ഉപ്പൂറ്റിയൊക്കെ വേദന വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹോം റെമഡി ചെയ്യാട്ടോ. അല്ലാണ്ട് മെഡിസിനൊക്കെ കഴിക്കാൻ നോക്കിയാൽ അതിനേ നമുക്ക് നേരിടുണ്ടാവുള്ളൂ. പിന്നെ അത് കഴിയുമ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ വരും. നമ്മൾ എടുത്തേക്കുന്നത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ. മറ്റേ കത്തിക്കുന്ന കർപ്പൂരം എടുക്കരുത്. മെഡിസിൻ വാല്യുള്ള പച്ചക്കർപ്പൂരം, അത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇത് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനായിട്ടും അതുപോലെ നല്ല റിലാക്സേഷൻ കിട്ടുവാനും, അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ കാലിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള അണുക്കളൊക്കെ വരുമല്ലോ. അതുപോലെ എന്താണ് പറയുക, വളംകടി, അതുപോലെ വിണ്ട് കീറുക, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ല റിലാക്സ് ആവും കേട്ടോ. ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. കുറച്ച് വെള്ളത്തിലേക്ക് ചൂടുവെള്ളമൊന്നും വേണ്ട. അധികം നമ്മൾ ഈ ഒരു കർപ്പൂരം ഉപയോഗിക്കരുത്. വളരെ ലിമിറ്റ്. ഞാൻ ഇപ്പോൾ കാണിച്ച അത്രയും ക്വാണ്ടിറ്റി മാത്രം, കുറേ നമ്മൾ ഇടരുത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചതാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഇടണ്ട. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നല്ലതുപോലെ ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ 1/2 കഷ്ണമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ തൊലി ഞാൻ അതിൽ വെറുതെ ഇട്ടതാണ് കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ കാല് ഇതിൽ മുക്കി വെക്കുക കേട്ടോ. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ഓഫീസിലൊക്കെ പോയി കുറേ ടയേർഡായിട്ട് നല്ലൊരു റിലാക്സേഷൻ നമ്മളെ മൈൻഡിന് കിട്ടും. നമ്മളുടെ കാല് മുതൽ തല വരെയും നല്ലൊരു എന്താ പറയുക, ക്വയറ്റായിട്ട് നമ്മൾ TV കാണുമ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ വെറുതെ ഇരിക്കില്ലേ, വെറുതെ ഇരിക്കുമ്പോൾ ഇത് കാലിങ്ങനെ മുക്കി കണ്ണടച്ചൊന്ന് ഇരുന്ന് നോക്കട്ടെ. നല്ലൊരു റിലാക്സേഷൻ കിട്ടും. മൈൻഡും നമ്മളുടെ ജോയിൻറ്റും നമ്മളുടെ മസിൽസൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും.
അടുത്തതായിട്ട് നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ മേടിച്ചവർ വീണ്ടും വീണ്ടും മേടിക്കുന്നുമുണ്ട്. അത്രത്തോളം നിങ്ങൾ നമ്മളുടെ പ്രൊഡക്റ്റ് അംഗീകരിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ്. വാങ്ങാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല പോലെ തന്നെ ഉള്ളു വയ്ക്കുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും താരൻ മാറുവാനും അകാരനര വരാതിരിക്കുവാനും വന്ന നര സാവകാശം കേട്ടോ, പെട്ടെന്നൊന്നും മാറില്ല, സാവകാശം മാറുവാനൊക്കെ വളരെ നല്ലതാണ്. സാവകാശം മാറും എന്ന് പറയുമ്പോഴത്തേക്കും പ്രായത്തിലുണ്ടാകുന്ന നരയൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. നമുക്ക് പ്രായത്തിലില്ലാത്ത ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെയും നര വരുന്നുണ്ടല്ലോ, ആ ഒരു നരയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അത്രയും മരുന്നുകളാണെങ്കിൽ കൂടി കാട്ടുനെല്ലിക്കയും അതുപോലെ തന്നെ വെള്ളച്ചന്ദനമൊക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നീലാംബരി അതുപോലെ തന്നെ ഗന്ധപ്പാല ഇവയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അതുപോലെ ഒരു കൂട്ടുമരുന്ന് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. 10-21 മരുന്ന് കൂട്ടാണ് നമ്മൾ മരുന്ന് ചേർക്കുന്നത് ഇതിൽ കേട്ടോ. അപ്പോൾ അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിച്ച് നോക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുവാനും അതുപോലെ നല്ല റിലാക്സേഷൻ കിട്ടുവാനും ഈ എണ്ണ ഒന്ന് തേച്ചൊന്ന് ഒരു പ്രാവശ്യം കിടന്നുറങ്ങി നോക്കണം കേട്ടോ. നല്ല ഉറക്കം കിട്ടും. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങാമെന്നറിയില്ലേ, ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അയ്മോദകം എന്ന് പറയും. ഈ അയ്മോദകം നമ്മൾ വയറുവേദനക്കും പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് നമ്മളുടെ ജോയിൻറ്റ് പെയിനും വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും വളരെ വളരെ എഫക്റ്റീവാണ്. ഇതും നമ്മളുടെ മല്ലിയിലെ മുഴുവനെയുള്ള മല്ലിയൊക്കെ വറുത്ത് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ജോയിൻറ്റ് പെയിനും വളരെ നല്ലതാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാൻ കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിപ്പം സഹിക്കാൻ പറ്റാത്ത വേദനയും നമുക്ക് ഒട്ടും സഹിക്കാൻ നമ്മൾ പെയിൻ കില്ലറിൽ പിടിച്ചു നിർത്തുന്ന ശരീരവേദനയില്ല, അത് നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക. ഒരു 1/2 ടീസ്പൂൺ അയ്മോദകം ഇട്ടിട്ടാണ് നമ്മളിത് തിളപ്പിച്ചേക്കുന്നത്. ഇതുപോലൊരു കളറാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. നമുക്ക് പിന്നെ വേണ്ടത് എപ്സം സാൾട്ടാണ് കേട്ടോ. അത് വളരെ നമ്മൾ ഇതില്ലേ ചെടിക്കടയിൽ ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. കുറച്ചൊക്കെ മേടിച്ചാൽ മതി. നമ്മൾ ചെടിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പൂക്കൾ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു സാൾട്ട് വളരെ കുറേ ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇത്രത്തോളം മതി കേട്ടോ. കുറേ ക്വാണ്ടിറ്റി ഒക്കെ ഉപയോഗിച്ചാൽ അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെയിന് മാറുക മാത്രമല്ല നല്ലൊരു റിലാക്സേഷൻ കിട്ടുവാനും അത്രത്തോളം കാഠിന്യമുള്ള വേദന വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. എനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യുന്ന ടിപ്പുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വലിയ വലിയ അസുഖങ്ങളുള്ളവർ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാറുമെന്ന് വിശ്വസിച്ച് നിൽക്കരുത്. ഞാൻ പറയുന്നത് നമുക്കല്ലാണ്ടുണ്ടാവുന്ന ശരീരവേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലേ, ഇപ്പം നമുക്ക് പെട്ടെന്ന് മസിൽ വേദന, ജോയിൻറ്റ് പെയിൻ, അതിനൊക്കെ ഉള്ള പരിഹാരമാണ്. അല്ലാണ്ട് വലിയ വലിയ അസുഖങ്ങൾക്ക് ഡോക്ടറെ തന്നെ നിങ്ങൾ പോയി കാണണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ മരുന്നുകൾ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ ഹോം റെമഡീസാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത്, വലിയ വലിയ അസുഖങ്ങൾക്കല്ല. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കർപ്പൂരവും നാരങ്ങയും അതിനോടൊപ്പം തന്നെ ഇപ്പം അയ്മോദകവും ഈ ഒരു സാൾട്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കാല് വെച്ച് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് ജോയിൻറ്റ് പെയിന് ബ്ലഡ് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും അല്ലേ. അതുപോലെ നമ്മളുടെ എല്ലുകളിൽ ഇങ്ങനെ വലിച്ചു നിൽക്കുന്ന ഒരു വേദനയൊക്കെ വരില്ല. ഇപ്പം നമുക്കൊരു പനിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ശരീരവേദന ഉണ്ടാകും. അതുപോലെ കൂടുതൽ നമ്മൾ പണികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരീരവേദന ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ശരീരവേദന, അങ്ങനെയുള്ള ശരീരവേദനകൾക്കാണ് ഈ ഒരു ഹോം റെമഡീസൊക്കെ ചെയ്യാവുള്ളൂ. അതുപോലെ ആ പാല് നമ്മൾ പട്ടയും കുരുമുളകും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ എഫക്റ്റീവും നല്ല റിസൾട്ടും കിട്ടുന്നതാണ്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. നല്ല ഉറക്കം കിട്ടുവാനും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ മാറുവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. എപ്പോഴും ജലദോഷവും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുവാനായിട്ട് വളരെ നല്ലതാണ്. ഇതുപോലെ നല്ലപോലെ കാല് അതിൽ നല്ലപോലെ മുക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് മൂവ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് അനക്കാണ്ട് ഇരിക്കരുത്. നല്ലപോലെ മൂവ് ചെയ്ത് ഒരു 15 മിനിറ്റ്
വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നിങ്ങളെ ശരീരവേദന മൊത്തം മാറുവാനും നല്ല ഉറക്കം കിട്ടുവാനും നല്ല റിലാക്സേഷൻ കിട്ടുവാനും ഈ ഒരു ടിപ്പുകളൊക്കെ വളരെ സൂപ്പറാണ്. ഞാൻ പിന്നെ പറയുന്ന വലിയ വലിയ അസുഖങ്ങൾക്കല്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സൂപ്പറാണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. കാലിലുണ്ടാവുന്ന ഇൻഫെക്ഷനൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.